ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ട് ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ. വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു 5 മിനിറ്റ് നമുക്ക് അരി വേവിക്കാനും ഒരു 5 മിനിറ്റ് ഇതിനും ആടെ 5 മിനിറ്റ് ആവുന്നില്ല, അത്രയും കുറവ് സമയത്തിനുള്ളിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഓയിലൊക്കെ കുറവായിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസാണ്. നമുക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും കയ്യിലോ, ഓയിൽ കൂടുതലായതുകൊണ്ട്. അപ്പോൾ ഇതിൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നല്ല ഇതിൽ ഒന്നും ഒട്ടാത്ത രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഫ്രൈഡ് റൈസാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് അരി എടുത്തിട്ടുള്ളത് എന്താ ഈ ഒരു കപ്പിന് 3 കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിന് 3 കപ്പ് അരിയായിട്ട് എടുത്തിട്ടുള്ളത്. ഏകദേശം എന്ന് വെച്ചാൽ 3/4 കിലോനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കണ്ട, ഇനി ഒരു കിലോയിൽ നമുക്ക് കുറച്ചേ ബാക്കിയുള്ളൂ. അപ്പോൾ അത്രയും അരിയാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങൾ 6 പേരാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 2 നേരം കഴിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു 15 മിനിറ്റോളം നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. 15 മിനിറ്റ് മതി കേട്ടോ, അതിൽ കൂടുതലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഒരു കടായി ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതൊന്ന് അരി ഇടാൻ വേണ്ടിയിട്ട് അത് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ക്യാരറ്റ് ഒരു 2 മീഡിയം സൈസ് ക്യാരറ്റാണ്. പിന്നെ ബീൻസ് 6 എടുത്തിട്ടുള്ളൂ കേട്ടോ, വലിയ ബീൻസ് ആയിരുന്നു. പിന്നെ ക്യാപ്സിക്കം ഒരു കഷ്ണം, പിന്നെ കുറച്ച് ക്യാബേജും. ഇവിടെ പച്ചക്കറി കൂടുതൽ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾ കുറച്ചും കൂടി ആവാം, പക്ഷെങ്കിൽ അധികം അല്ലാതിരിക്കുക നല്ല കേട്ടോ. വെളുത്തുള്ളി ഒരു 10 അല്ലി ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്തതും, ഒരു സവാളയുടെ പകുതിയായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത്ര സാധനങ്ങൾ നമുക്ക് അപ്പേക്ക് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബസ്മതി റൈസാണ് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതന്നെ വേണം ഫ്രൈഡ് റൈസിന്, വേറെ ഒരു അരിയും പറ്റില്ല കേട്ടോ. നമ്മൾ ബിരിയാണീൻ്റെ അരി കൊണ്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അത് റെഡിയായി കിട്ടൂല, ബസ്മതി റൈസ് തന്നെ വേണം. അപ്പോൾ 125 സംതിങ് അങ്ങനെ എന്തോ ആണ് കേട്ടോ ഈ ഒരു റൈസ്, ഞാൻ ഈ കൊണ്ടുവന്ന റൈസിന്. പിന്നെ അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ. അരി വേവാനുള്ള ഉപ്പും സൺഫ്ലവർ ഓയിലും. അപ്പോൾ ഈ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓയിൽ ഒഴിച്ച് കൊടുക്കുക തന്നെ വേണം. നാരങ്ങ അങ്ങനെ ഒന്നും ഒഴിച്ച് കൊടുക്കരുത്, അരി തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് ആകുമ്പോൾ തന്നെ കണ്ടില്ല അരി കുറച്ച് വേവായിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു 5 മിനിറ്റോളം വേവിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം കുറച്ച് നല്ല വേവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഫ്രൈഡ് റൈസിന് പൊതുവേ ഒരു 80% വെന്താൽ മതിയാവും. ഞാനൊരു 90% തന്നെ വേവിച്ചിട്ടുണ്ട്. 80% ആകുമ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു കഴിക്കുമ്പോൾ ഇറങ്ങാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ചുകൂടെ വേവിച്ചത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വലിയവർക്ക് കഴിക്കാനുള്ളതാണെങ്കിൽ ഒരു 80% വേവിച്ചാൽ മതി. എന്നിട്ട് ഞാനിത് ഊറ്റിയെടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളം അധികം കൊഴുപ്പോ കാര്യമൊന്നും ഇല്ല കേട്ടോ. നല്ല ഫ്രൈഡ് റൈസിനുള്ള അരിയൊക്കെ ആകുമ്പോൾ നല്ല കഴുകണം, കുറേ സമയം കഴുകണം കേട്ടോ. അതിൻ്റെ ആ ഒരു ഇതൊക്കെ കളയണം, ഒരു പശുമുള്ള വെള്ളമല്ല, അത് ഫുള്ള് കളഞ്ഞിട്ട് വേണം കേട്ടോ നമ്മൾ കഴുകിയെടുക്കാൻ തന്നെ. കണ്ട നല്ല ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ട്, ഒട്ടാതെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ പാനിൽ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലിനെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 3 മുട്ടയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 3/4 കിലോനാണ് ഞാൻ റൈസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് അതിൽ തന്നെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഇങ്ങനെ ചിക്കി ആക്കിയിട്ടെടുക്കാം. അറിയായിരിക്കും ഫ്രൈഡ് റൈസിന് ആക്കുന്ന പോലെ തന്നെ ആക്കിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ മുട്ട ആണെങ്കിൽ കൂടുതലെടുക്കാം, മുട്ട ഇങ്ങനെ ഇടയിലൊക്കെ കടിക്കണമെങ്കിൽ കൂടുതലെടുക്കാം. അപ്പോൾ ഞാൻ 3 എടുത്തിട്ടുള്ളൂ. എനിക്കിത് ഒരു പാകമായിരിക്കും കേട്ടോ. ഞാനെടുത്ത് ഈ പച്ചക്കറിക്ക് എനിക്ക് ഈ ചോറിന് പാകമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്ര ആ പച്ചക്കറികളൊക്കെ എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങളെടുത്ത് ഉള്ളിപ്പൂവ് ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇതൊന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പച്ചക്കറി ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതും കൂടി ഇട്ട് കൊടുക്കാനുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റായിരിക്കും. അപ്പോൾ നിങ്ങൾ അതുണ്ടെങ്കിൽ എടുക്കണം. എനിക്ക് കടയിൽ നിന്ന് കിട്ടിയില്ല കേട്ടോ, ഇവിടെ കടയിലൊന്നും ഇല്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അതൊന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് മുട്ട. പിന്നെ നമുക്ക് അതിൽ തന്നെ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്നും അങ്ങനെ വയന്ന് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പച്ചക്കറി കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതായി കിട്ടിയാൽ മതി, ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ അതിൽ തന്നെ പിന്നെ വലിയ സവാളയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്, വലിയ ഉള്ളി. നമ്മൾ ഒക്കെ ഒരേ ഇതിൽ കട്ട് ചെയ്തെടുക്കണം. ഉള്ളിയും പച്ചക്കറിയൊക്കെ ഒരേ ഇതിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്കിത് വെന്ത് നന്നായിട്ട് ഇതായി കിട്ടുമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ബീൻസും ക്യാരറ്റൊക്കെ നിങ്ങൾ കൂടുതൽ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇവിടെ പച്ചക്കറിക്ക് ഇങ്ങനെ പെറുക്കി വെക്കുന്ന കൂട്ടത്തിലുള്ള കുട്ടികളാണ്, അതുകൊണ്ടാണ് കേട്ടോ.
പച്ചക്കറി കഴിക്കാൻ മടിയുള്ളതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും അങ്ങനെ എടുക്കാത്തത്. പിന്നെ നമുക്ക് ഇത് ഇങ്ങനെ വാട്ടിയെടുക്കുമ്പം ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിതിന് ആവശ്യമുള്ള ഉപ്പാണ് കേട്ടോ ഇപ്പം ഇട്ട് കൊടുക്കുന്നത്, ഒരു 1/4 ടീസ്പൂൺ. കാരണം ചോറിൽ നമ്മൾ ഉപ്പിട്ടതാണല്ലോ. അപ്പോൾ ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നോക്കണം കേട്ടോ, ഉപ്പുണ്ടോ എന്ന് നോക്കണം, എന്നിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതാ പഞ്ചസാര ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇടുന്ന എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നല്ല ഒരു കളർ തന്നെ കിട്ടാനാണ് കേട്ടോ. പച്ചക്കറി കളർ ഇല്ലെങ്കിൽ ബീൻസൊക്കെ വേറൊരു കളറായി പോവും, ക്യാരറ്റ് വേറൊരു കളറായി പോവും. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പച്ചക്കറി ഇത് പഞ്ചസാര ഇട്ട് കൊടുത്തത് കേട്ടോ. പിന്നെ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പിന്നെ ഇതിലേക്ക് നമ്മൾ വേറെ എരിവോ അങ്ങനെയൊന്നുമില്ല, വെറുതെ കഴിക്കാനാണെങ്കിലും നമുക്ക് ഇത്രയൊക്കെ തന്നെ മതി കേട്ടോ. നമുക്ക് ചോറ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചോറ് ഇളക്കി കൊടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, മെല്ലെ ഇളക്കി കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ചോറൊക്കെ പൊടിഞ്ഞു പോവും. അപ്പോൾ പതുക്കെയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ നല്ലതിൽ തോന്നുന്നുണ്ടെങ്കിൽ പതുക്കെയായിട്ട് ഇളക്കി കൊടുക്കണേ. നമുക്ക് ആ മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം, എന്നിട്ട് അതും കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ മുട്ട നമ്മൾ പച്ചക്കറിക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുത്തിട്ട് ചോറിട്ട് കൊടുത്താലും മതി കേട്ടോ, അങ്ങനെയും ചെയ്യാം. പക്ഷെ നമ്മളിപ്പോൾ അത് ഓയിലിൽ ആക്കി എടുത്തതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ കൂടെ അപ്പം ഇടാഞ്ഞത്. പിന്നെ നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂണോളം സോയാ സോസാണ് കേട്ടോ. അപ്പോൾ ഇത് നിർബന്ധമാണ്. ചിലർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ഇത് ഒഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമുക്ക് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മെല്ലെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോഴും അധികം ഇളക്കി കൊടുക്കരുത്. ഇപ്പോൾ നമ്മളെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമുക്ക് ചോറൊക്കെ വേവുന്ന സമയം കൊണ്ട് പച്ചക്കറി അരിഞ്ഞ് വെച്ചാൽ മതി. അപ്പോൾ പിന്നെ അധികം ടൈമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ ബസ്മതി റൈസ് തന്നെ എടുക്കും വേണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ എടുക്കണം. പിന്നെ ഉള്ളിപ്പൂവ് ഉണ്ടെങ്കിൽ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ അതും കൂടെ ഇടണം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം. പിന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.